Once more, greetings to you all in the blessed name of our Lord and Savior Jesus Christ. ഒരിക്കൽ കൂടെ യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. Today, all over the world celebrating the resurrection day of Jesus Christ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ ആഘോഷിക്കുന്ന ദിവസമാണ്. Today, I encourage you all to worship the Lord from the bottom of your heart with wholeness and with the Spirit of God. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. Today's our meditation title is The Power of God's Temple. ഇന്നത്തെ നമ്മുടെ വേദചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത് ചിന്താ വിഷയം ദൈവ ആലയത്തിന്റെ ശക്തി എന്നതാണ്. The power of God's temple. ദൈവാലയത്തിന്റെ ശക്തി. For that, let's turn our attention to John chapter 2 verse 19. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. Praise the Lord. In English, I'm going to read it. Jesus answered them, "Destroy this temple, and 3 days I will raise it up." യേശുവരോട് ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. This verse is an answer to the Jewish people. ഇത് യഹൂദ ജനത്തോടുള്ള ഒരു മറുപടിയാണ് ഈ വാക്യം. Jewish people questioned the authority of Jesus Christ. യേശു കർത്താവിന്റെ അധികാരത്തെ യഹൂദ ജനം ചോദ്യം ചെയ്യുകയാണ്. They asked Jesus, "Show me what sign you have the authority from heaven to do all these things." ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ നിനക്ക് എന്ത് അധികാരമാണ് ഉള്ളത് എന്നതിനൊരു അടയാളം യഹൂദന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്. Just a few words before, we can see that Jesus Christ entered the temple of Jerusalem temple and he cleansed that temple. ചില വാക്യങ്ങൾക്ക് തൊട്ട് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ കാണുന്നത് യേശു കർത്താവ് യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നുപോയി ആ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതാണ് കാണുന്നത്. Jewish people asked Jesus, "From where you get this authority to cleanse this temple?" യഹൂദന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, ഈ ദേവാലയം ശുദ്ധീകരിക്കുവാനുള്ള അധികാരം നിനക്ക് എവിടുന്നാണ്? What sign do you show us to see that you are doing all these things? നിനക്ക് അധികാരമുണ്ടെന്നുള്ളതിന്റെ ഒരു അടയാളം എന്താണ്? Jesus said, or Jesus answered to them is that I myself is the sign for you. യേശു അവരോട് പറയുകയാണ്, ഞാൻ തന്നെയാണ് അതിന്റെ അടയാളം എന്ന് പറയുകയാണ്. Jesus answered them in this verse 19, we can see that destroy this temple and 3 days I will raise it up. യേശു ഒരു ഇപ്രകാരം മറുപടി പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് പറഞ്ഞു. This is a wonderful answer from Jesus Christ. യേശു കർത്താവിൽ നിന്നുള്ള മനോഹരമായ ഒരു ഉത്തരമാണ് ഇവിടെ കാണുന്നത്. Destroy this temple and in 3 days I will raise up. ഈ മന്ദിരം പൊളിപ്പീൻ, 3 ദിവസത്തിനകം ഞാൻ ഇതിനെ പണിയുമെന്ന് പറഞ്ഞു. Everyone, including the disciples of Jesus Christ, misunderstood this answer. തന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ ഉൾപ്പെടെ യേശു കർത്താവിന്റെ ഈ മറുപടിയിൽ ആശ്ചര്യപ്പെടുവാനിടയായി തീർന്നു. It was only after the resurrection of Jesus Christ his disciples really understood the true meaning of these words. കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ് തന്റെ ശിഷ്യന്മാർ പോലും ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി. But his opponents remembered it twice. എന്നാൽ തന്റെ എതിരാളികൾ അത് 2 പ്രാവശ്യം മനസ്സിലാക്കുവാനിടയായി. Once during Jesus' trial, and secondly while he was on the cross. യേശു കർത്താവിന്റെ പരിശോധനയിലും അതുപോലെ വിചാരണയിലും അതുപോലെ തന്റെ മരണത്തിലും അവർ തിരിച്ചറിയുവാനിടയായി തീർന്നു. Praise, the temple of God has power, but Satan always tried to destroy this temple. The temple of God is powerful. ദൈവത്തിന്റെ ആലയം ശക്തിയുള്ളതാണ്. But Satan is always tries to destroy the temple of എന്നാൽ God. പിശാച് എല്ലാ കാലത്തും ദൈവത്തിന്റെ ആലയത്തെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്നു. We are the temple of God. നാം ദൈവത്തിന്റെ മന്ദിരമാണ്. Satan's strategy is to attack us and destroy the spiritual realm of us. എന്നാൽ പിശാച് എപ്പോഴും നമ്മുടെ ആത്മീയ മണ്ഡലത്തെ തകർത്ത് കളയുവാനാണ് ശ്രമിക്കുന്നത്. Satan may use different strategies to destroy the power of the temple of God. ദൈവാലയത്തിന്റെ ശക്തിയെ തകർക്കുവാൻ പിശാച് വ്യത്യസ്തമായ തന്ത്രങ്ങൾ പ്രയോഗിക്കും. We know that, for example, certain times he sends some sickness to us. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായ രോഗങ്ങൾ കടന്നു വരാറുണ്ട്. This is one of the strategy of this satanic power or the darkness or the power of the darkness. അത് ശത്രുവിന്റെ ഒരു തന്ത്രമാണ് നമ്മളെ തകർത്ത് കളയുവാൻ. Certain times he sends some sickness to us. ചില സമയത്ത് നമുക്ക് രോഗങ്ങൾ കടന്നു വരും. Certain times family crisis may come in our life. ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ ജീവിതത്തിൽ കൊണ്ടിടും. Financial crisis may come. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നമ്മളെ കടത്തിവിടും. Death may come in your life.
മരണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. Debt may come. കടഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു And വരും. at the same time, certain times, the different kinds of problems may affect in our life. These are the strategies the Satan or the power of the evil spirit spend to us. അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ പിശാച് ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കൊണ്ടിടും. But I want to exhort one thing to you: the power of darkness cannot defeat the temple of God forever. എന്നാൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയുവാനുള്ളത്, ആമേൻ, പാതാളത്തിന്റെ ശക്തിക്ക് ദൈവത്തിന്റെ മന്ദിരത്തെ തകർക്കുവാൻ കഴിയത്തില്ല. In short, we can see that the temple of God has power. അവൻ ദൈവത്തിന്റെ മന്ദിരത്തിന് ശക്തിയുണ്ട്. Satan is always trying to destroy this temple of God and the power of God. പിശാച് എപ്പോഴും ദൈവത്തിന്റെ ആലയത്തിന്റെ ശക്തിയെ തകർക്കുവാനാണ് He may ശ്രമിക്കുന്നത്. use different strategies to humiliate us or to distract us. താൻ അതിനുവേണ്ടി വ്യത്യസ്തമായ തന്ത്രങ്ങൾ But മെനഞ്ഞുകൊണ്ടിരിക്കും. the power of darkness cannot defeat the temple of God forever. എന്നാൽ അന്ധകാരത്തിന്റെ ശക്തിക്ക് ഒരിക്കലും ദൈവത്തിന്റെ ആലയത്തിന്റെ ശക്തിയെ തകർക്കുവാൻ കഴിയില്ല. മലയാളത്തിൽ ഒന്ന് രണ്ട് വാക്കുകൾ ദൈവമക്കളോട് പറയാം. ഞാനും നിങ്ങളും ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ എന്നെയും നിങ്ങളെയും തോൽപ്പിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും ആവുകയില്ല. സ്വർഗത്തിലെ ദൈവം ജയാളിയായ ദൈവമാണ്. Amen, amen. Praise the Lord. So when look back to the Bible, in the Bible we can see three important temple of God. തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ അവിടെ മൂന്ന് വ്യത്യസ്ത നിലകളിലുള്ള ദേവാലയം കാണുവാൻ കഴിയും. In the Bible we can see three important temple of God. മൂന്ന് പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ നമുക്ക് കാണാം. The first temple is the Jerusalem temple. ഒന്നാമത്തെ ദേവാലയം യെരുശലേം ദേവാലയമാണ്. Second one is Jesus Christ is the temple of God. രണ്ടാമത് യേശു ക്രിസ്തു താൻ ദൈവാലയമാണ്. And finally we can see we are the temple of God. നാം ദൈവത്തിന്റെ ആലയമാണ്. From the Old Testament perspective we can see that Jerusalem temple. പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യെരുശലേം ദേവാലയം നമുക്ക് In കാണാം. the New Testament era we know that Jesus Christ is the temple of God. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ അവിടെ യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ ആലയത്തെ കാണാം. And today we are the temple of God. എന്നാൽ ഇപ്പോൾ നാം തന്നെ ദൈവത്തിന്റെ ആലയമാണ്. When I would like to explain these three temples shortly. ഈ മൂന്ന് ദേവാലയങ്ങളെ ചുരുക്കമായി നിങ്ങളുമായി The പങ്കുവെക്കുവാൻ first temple is Jerusalem temple. ഒന്നാമത്തെ ദേവാലയം യെരുശലേം King ദേവാലയമാണ്. Solomon built this Jerusalem temple. ശലോമോൻ ആണ് ഈ ദേവാലയം പണിതത്. We know the history says that more than two times, at least two important times, this temple was destroyed. ചരിത്രം പറയുന്നത് രണ്ട് തവണയിൽ കൂടുതലായി ഈ ദൈവത്തിന്റെ ആലയം തകർക്കപ്പെടുവാനിടയായി. Temple of God was significant for the Jews. യെരുശലേം ദേവാലയം യഹൂദനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട They believed that it is the dwelling place of God's glory. അവർ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം ശക്തിയോടെ ഇറങ്ങുന്നതാണ് ദൈവത്തിന്റെ ആലയം. These Jewish people considered this Jerusalem temple as the meeting place of God. യഹൂദന്മാർ വിശ്വസിക്കുന്നത് ദൈവവുമായിട്ട് ഒരു അഭിമുഖം നടത്തുന്ന ഇടമാണ് ദൈവത്തിന്റെ So they യെരുശലേം give much ദേവാലയം. importance to this temple of God. അതുകൊണ്ട് യഹൂദന്മാർക്ക് തങ്ങളുടെ ദേവാലയം ഏറ്റവും At പ്രധാനപ്പെട്ടതാണ്. least once in a year they try to visit this Jerusalem temple. വർഷത്തിൽ ഒരിക്കൽ അവരെല്ലാം എല്ലാ യഹൂദന്മാരും തങ്ങളുടെ ദേവാലയത്തിൽ കടന്നു വരും. When they reach to the temple of God, they have a confidence in their heart that they meet the Almighty Yahweh. അവർ ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് ഒരു ഉറപ്പുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ ദൈവവുമായിട്ട് ഒരു അഭിമുഖം നടത്തുന്നുണ്ടെന്ന്. Before the construction of this temple of God, the ark of God was outside this temple of God. യെരുശലേം ദേവാലയം പണിയുന്നതിന് മുൻപായി മരുഭൂമിയിലായിരുന്നപ്പോൾ അവർക്ക് ഒരു പെട്ടകം When ഉണ്ടായിരുന്നു. they were in the wilderness, the ark of God was with them. മരുഭൂമിയിൽ ദൈവം അവർക്ക് നൽകിയ ഒരു പെട്ടകമായിരുന്നു. But after the construction of this Jerusalem temple, they brought the ark of God into the temple. യെരുശലേം ദേവാലയത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ആ പെട്ടകം യെരുശലേം ദേവാലയത്തിനകത്തേക്ക് കൊണ്ടുവന്നു. In this temple there is a place, a holy place, and the place of great holiness place. ആ ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ അവിടെ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും എന്ന് തിരിച്ചിരിക്കുകയാണ്. In the most holy place, this ark of God was kept there. അതിവിശുദ്ധ സ്ഥലത്താണ് ദൈവത്തിന്റെ ഈ പെട്ടകം വെച്ചിരിക്കുന്നത്. Within the temple we can see that there is the ark of God.
Within the temple, there is the ark of God. ദൈവത്തിന്റെ ആലയത്തിനകത്ത് ഒരു പെട്ടകമുണ്ട്. There is, we know that when there is a place for the sacrifice, the atonement sacrifice in the temple. ദൈവത്തിന്റെ ആലയത്തിനകത്ത് യാഗങ്ങൾ നടക്കുന്നുണ്ട്. A place for the atonement sacrifice in this temple. അവര് പാപപരിഹാരത്തിനായിട്ടുള്ള യാഗം ദേവാലയത്തിൽ നടത്തുന്നുണ്ട്. Within this temple of God, there is the ark of God. അതിനകത്ത് ദൈവത്തിന്റെ പെട്ടകമുണ്ട്. Within this temple, inside the temple, the holy place, the most holy place, there is the ark of God. ഈ അതിപരിശുദ്ധ സ്ഥലത്ത് ഒരു പെട്ടകമുണ്ട്. In that ark of God, there are 3 items or 3 things contained in the ark of ആ God. പെട്ടകത്തിനകത്ത് 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. The first thing is the 10 commandments written on 2 tablets. ഒന്നാമത്തേത് 10 കൽപ്പനകൾ 2 കൽപ്പലകകളിലായിട്ട് എഴുതി When വെച്ചിട്ടുണ്ട്. we look back to this earlier, just before that, we can see that if you watch to this picture, we can see that this is a part of the Jerusalem temple. ഇവിടെ നമുക്ക് കാണാം യെരുശലേം ദേവാലയമാണ് ആദ്യം നമ്മൾ കണ്ടത്. Now today only a part of this Jerusalem temple is there. That is the Wailing temple there. Wailing wall there. എന്നാൽ ഇന്ന് ഈ മന്ദിരം അവിടെ ഇല്ല. അതിന് പകരം അതിന്റെ ചില ഭിത്തികൾ മാത്രമേ അവിടെ കാണാൻ കഴിയത്തുള്ളൂ. Jewish people reached there and they prayed there. യഹൂദന്മാർ അവിടെ കടന്നുപോയി അവിടെ അവർ പ്രാർത്ഥനകൾ നടത്താറുണ്ട്. With a crying heart, with the tears, they prayed in front of this wailing wall. കണ്ണുനീരോടും നിലവിളിയോടും കൂടെ അവർ ഈ തകർക്കപ്പെട്ട ദേവാലയത്തിന്റെ ഭിത്തികളുടെ അരികിൽ പോയി പ്രാർത്ഥിക്കാൻ. I would like to return to this Jerusalem temple. ഈ ദേവാലയത്തിലേക്ക് മടങ്ങി In വരികയാണ്. this Jerusalem temple, there are 3 important items within that the most holy place. They kept the 3 things within the ark of God. ഈ ദൈവാലയത്തിനകത്ത് ഏറ്റവും അതിപരിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ആ പെട്ടകത്തിനകത്ത് 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. The first thing is 2 stone tablets we can see there. ഒന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്ന 2 കൽപ്പലകകളാണ്. You can see there, you can read that, you cannot read, it is Hebrew language, so we can see that this is the law of the God. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനകളാണ്. In these stones we can see the commandments of God. ഈ കൽപ്പനകൾ നമുക്ക് ദൈവത്തിന്റെ കൽപ്പനകൾ കാണുവാൻ കഴിയും. It actually the written commandments and at the same time the covenant of God is there. ആമേൻ. ഇത് ദൈവം കൊടുത്ത ഉടമ്പടിയും അതുപോലെ കൽപ്പനയുമാണ്. The first thing kept in the ark of God is these 2 stone tablets. ഒന്നാമതായി കാണുവാൻ കഴിയുന്നത് ഈ 2 കൽപ്പലകകളാണ്. Secondly, we can see another thing. രണ്ടാമതായി നമുക്ക് മറ്റൊരു കാര്യം കാണാം. That is Aaron's budded rod there. അത് അഹരോന്റെ തളിർത്ത വടിയാണ്. How many of you can see that picture? എത്ര പേർക്ക് കാണാൻ കഴിയുന്നുണ്ട്? What it shows? ഇതെന്താണ് കാണിക്കുന്നത്? It shows the high priesthood. ഇത് പൗരോഹിത്യത്തെ കാണിക്കുന്നതാണ്. At the same time the miracle of God. അതുപോലെ ദൈവത്തിന്റെ അത്ഭുതത്തെ കാണിക്കുന്നതാണ്. This experienced in their wilderness journey. ഇത് അവർ മരുഭൂ യാത്രയിൽ അനുഭവിച്ചതാണ്. The Aaron's budded rod or the staff is the second thing they kept in the ark of God. ആ പെട്ടകത്തിനകത്തുള്ള രണ്ടാമത്തെ കാര്യമാണ് അഹരോന്റെ തളിർത്ത The വടി. first thing is the 10 commandments written on 2 tablets. ഒന്നാമത് നമ്മൾ കണ്ടത് 2 കൽപ്പലകകളാണ്. Secondly, Aaron's budded rod is there. രണ്ടാമതായി കാണുന്നത് അഹരോന്റെ തളിർത്ത വടിയാണ്. Then the third one is so sweet. Please, golden pot of manna. മൂന്നാമതായി അവിടെ കാണുന്നത് സ്വർണ്ണ കലശത്തിലെ മന്നയാണ് അവിടെ കാണുന്നത്. What it shows? അതെന്തിനെ കാണിക്കുന്നു? In this golden pot of manna shows that day by day they provided the good food for them. In every day morning they provide the good for them for the strength and throughout their journey. ഈ മന്ന വിളിച്ചു പറയുന്നത് ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ ഓരോ ദിവസവും ദൈവരെ നടത്തിയ ദൈവത്തിന്റെ കരുതലിനെ കാണിക്കുന്നു. So first comes the 2 tablets of commandments. ഒന്നാമതായി 2 കൽപ്പലകൾ അവിടെ കാണാം. Secondly, Aaron's budded rod. രണ്ടാമതായി അഹരോന്റെ തളിർത്ത വടി. And third one is golden pot of manna. മൂന്നാമതായി സ്വർണ്ണ കലശത്തിൽ അടങ്ങിയിരിക്കുന്ന മന്ന. These items in the ark of God represent minimum 2-3 things. ഇത് 2-3 കാര്യങ്ങൾ നമ്മളോട് വിളിച്ചു The പറയുന്നു. first one is God's law and covenant is
in the temple of God. ഒന്നാമതായി ആമേൻ ദൈവത്തിന്റെ നിയമവും അതുപോലെ ദൈവത്തിന്റെ ഉടമ്പടിയും ഈ ദൈവാലയത്തിനകത്തുണ്ട്. Second is the miracles and the priesthood of God. രണ്ടാമതായി ദൈവാലയത്തിനകത്ത് ആമേൻ പൗരോഹിത്യവും ദൈവത്തിന്റെ വിടുതലുമുണ്ട്. And the third one is the provisions of God. മൂന്നാമതായി ദൈവജനത്തിനു ആവശ്യമായ കരുതൽ ദൈവാലയത്തിനകത്തുണ്ട്. Power of darkness tried to destroy this temple again and again. അവൻ ഇരുട്ടിന്റെ ശക്തികൾ ഈ ദേവാലയത്തെ തകർക്കുവാൻ From the ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. beginning onwards, Satan or the power of the darkness tried to destroy this physical temple, Jerusalem temple. ദൈവാലയത്തിന്റെ ആരംഭം മുതൽ തന്നെ ആമേൻ സ്തോത്രം ശത്രു അതിനെ തകർത്ത് കളയുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. 2 times it mainly destructed. അത് 2 തവണ പ്രധാനമായി തകർക്കപ്പെട്ടു. Today there is no temple over there. ഇന്ന് ആ സ്ഥലത്ത് അവിടെ ആ ദേവാലയമില്ല. But a historical student and a prophetical student can understand easily that temple is going to build over there within a short span of time. ചരിത്രം പഠിക്കുന്ന ഒരു വ്യക്തിക്കും പറയുവാൻ കഴിയും എത്രയും വേഗം മൂന്നാമത് ഒരു ദേവാലയം അവിടെ പണിയുവാൻ The പോകുകയാണ്. prophetical fulfillment of the reconstruction of the Jerusalem temple is nearer to us. യെരൂശലേം ദേവാലയത്തിന്റെ പുനർനിർമ്മാണം ആമേൻ ആ പ്രവചനം എത്രയും വേഗം നിവൃത്തിയാകുവാൻ This പോകുകയാണ്. is going to happen within a short time. അത് അല്പസമയത്തിനകം സംഭവിക്കും. You don't live in this world as a lazy person. നാം വളരെ ലേസി ആയിട്ട് ജീവിക്കാൻ പാടില്ല. When we study the word of God, one thing is sure, the coming of Christ is very nearer. Historically and prophetically, these fulfillment are happening day by day. ദൈവവചനം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവത്തിന്റെ ആമേൻ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ഓരോ പ്രവചനങ്ങളും ഓരോ ദിവസവും നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. Mainly 2 times, but it will not last for a long time, this destruction. ഇതാ Power of darkness cannot destroy this temple of God for a long time. ദൈവത്തിന്റെ ആലയത്തെ എല്ലാ കാലത്തും ശത്രുവിന് തകർത്ത് കളയാൻ കഴിയത്തില്ല. Mainly 2 times this temple of God was destructed. പ്രധാനമായി 2 തവണ ഈ യെരൂശലേം ദേവാലയം But തകർക്കപ്പെട്ടു. it will not last for a long time. എന്നാൽ ഇതെല്ലാ കാലത്തേക്ക് നീണ്ടു നിൽക്കത്തില്ല. പ്രിയ ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ ഇതിന്റെ അകത്ത് മലയാളത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് പറയട്ടെ. ദൈവത്തിന്റെ ആലയത്തിനകത്ത് നിയമമുണ്ട്. ദൈവത്തിന്റെ ആലയത്തിനകത്ത് അത്ഭുതങ്ങളുണ്ട്. ദൈവത്തിന്റെ ആലയത്തിനകത്ത് ദൈവത്തിന്റെ കരുതലുകളുണ്ട്. ഇതിനെ നശിപ്പിച്ചു കളയാൻ പിശാച് ശ്രമിച്ചു എന്ന് വരാം. യെരൂശലേം ദേവാലയത്തെ 2 പ്രാവശ്യം നശിപ്പിച്ചെങ്കിലും അത് എന്നേക്കുമായി തകരാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം 3ാമതൊരു ആലയം പണിയാൻ പോകുകയാണ്. Praise the Lord. ഇത് കേൾക്കുന്ന ദൈവമക്കളോട് ഹൃദയംഗമായി ഞാനൊരു കാര്യം പറയട്ടെ. നീ ഇവിടെ ഉഴപ്പിത്തല്ലി ജീവിക്കുന്നവനായാൽ നിത്യതയിൽ കർത്താവിന്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകും. കർത്താവിന്റെ വരവ് സമീപമായിരിക്കാൻ ഒരുങ്ങപ്പെടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, അവന്റെ കാലച്ച വാതിക്കലെത്തിയിരിക്കുന്നു. Praise the Lord. Praise the Lord. The first temple is Jerusalem temple. ഒന്നാമത്തെ ദേവാലയം യെരൂശലേം ദേവാലയമാണ്. Second is Jesus Christ is the temple of God. രണ്ടാമത്തേത് യേശുക്രിസ്തു ആകുന്ന ദേവാലയമാണ്. We read it John chapter 2 verse 21 please. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിക്കാം. Here we can see that by calling himself the temple, Jesus made a magnificent shift in thinking. സ്തോത്രം. ഇവിടെ ഈ യേശുക്രിസ്തുവാണ് ദൈവാലയം എന്നുള്ള ആ ഒരു ആശയത്തിലൂടെ വലിയൊരു വ്യത്യാസമാണ് കർത്താവ് അവിടെ കൊണ്ടുവരുന്നത്. It is very difficult to understand. അത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. Now Jesus said that I am the temple of God. എന്നാൽ കർത്താവ് പറയുകയാണ് ഞാൻ തന്നെയാണ് ദേവാലയം. At the same time Jewish people were believed that Jerusalem temple is the temple. ആ സമയത്ത് മറുഭാഗത്ത് യഹൂദന്മാർ വിശ്വസിക്കുന്നത് യെരൂശലേം ദേവാലയമാണ് ദേവാലയം എന്ന്. But when we know that Jesus is the place where God meets humanity. എന്നാൽ നമുക്കറിയാം യേശു കർത്താവാണ് അവൻ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു കണ്ടുമുട്ടുവാനുള്ള മുഖാന്തരം. Jesus reveals the presence, character and nature of God. അവൻ യേശു കർത്താവ് പിതാവായ ദൈവത്തിന്റെ അവൻ സ്തോത്രം ആ ഒരു പ്രതിരൂപമായി കടന്നു വന്നിരിക്കുകയാണ്. Jesus is the lamb of God, sacrifice for the atonement of us. അവൻ നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടാണ് യേശുക്രിസ്തു. In the Jerusalem temple there was a place for this sacrifice, the atonement sacrifice. യെരൂശലേം ദേവാലയത്തിൽ നമ്മൾ കണ്ടു അവിടെ പാപ പരിഹാരത്തിനായിട്ട് ഉള്ള യാഗങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. Jewish people bring lamb to there and sacrifice there
for the atonement. യഹൂദന്മാർ ഓരോരുത്തരുടെയും ആസ്തിക്കൊത്തവണ്ണം അവിടെ മൃഗങ്ങളെ കൊണ്ടുവന്ന് യാഗം കഴിക്കുന്നു. But in the New Testament period, Jesus Christ is the Lamb of God. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ക്രിസ്തുവാണ് ദൈവത്തിന്റെ Jesus കുഞ്ഞാട്. Christ was the Lamb of God. യേശു കർത്താവാണ് ദൈവത്തിന്റെ കുഞ്ഞാട്. He bears all the sins of the humanity. അവൻ മാനവകുലത്തിന്റെ എല്ലാം പാപം അവൻ പേറി. He sacrificed for our sins. നമ്മുടെ എല്ലാം പാപങ്ങൾക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നു. Because of his sacrificial death, we are alive today and we are saved. അവന്റെ യാഗത്തിലൂടെ നാം എല്ലാം വീണ്ടെടുക്കപ്പെട്ട് ദൈവമക്കളായി In തീർന്നു. Jesus Christ, we have the law and covenant of God. ആമേൻ. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് അധികാരവും ഒരു ഉടമ്പടിയുമുണ്ട്. In Jesus Christ, we have miracles and priesthood. യേശു ക്രിസ്തുവിലൂടെ നമുക്കൊരു പൗരോഹിത്യവും ആമേൻ സ്തോത്രം ഒരു അത്ഭുതവുമുണ്ട്. In Jesus Christ, we have daily provisions of God. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കരുതലുണ്ട്. In the Gospel of John, we can see in Gospel of John chapter 2, we can see that Jesus cleansed the temple. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അവിടെ കാണുന്നത് യേശു കർത്താവ് ദൈവാലയത്തെ He is ശുദ്ധീകരിക്കുന്നതാണ്. not merely cleaning the temple. ആമേൻ. അത് കേവലം ഒരു ശുദ്ധീകരണം മാത്രമല്ല. He is replacing the temple താൻ ആ ഒരു ദേവാലയത്തെ റീപ്ലേസ് and ചെയ്യുകയാണ്. fulfilling his divine purpose in him. മറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതി അവിടെ സ്ഥാപിക്കുകയാണ്. Jewish people and the power of darkness crucified and destroyed Jesus Christ. അവൻ യഹൂദന്മാരും അവൻ ശത്രുവും അവൻ ചേർന്ന് കർത്താവിനെ ക്രൂശിക്കുവാനിടയായി. Roman authorities crucified Jesus Christ. അവൻ റോമ സാമ്രാജ്യം കർത്താവിനെ They ക്രൂശിച്ചു. judged against to Jesus Christ. അവർ യേശുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. They crucified Jesus Christ. അവർ യേശുവിനെ ക്രൂശിൽ തറച്ചു. But on the third day, God rebuilt the temple of God in him. എന്നാൽ ദൈവം 3-ാം ദിവസം യേശു ക്രിസ്തുവിൽ ആ മന്ദിരത്തെ പ്രിയ പണിയുവാനിടയായി തീർന്നു. സ്നേഹിതരെ, റോമൻ ഗവൺമെന്റും യഹൂദ മതത്തിന്റെ നേതാക്കന്മാരും യേശു കർത്താവിനെ വിധിച്ചുകൊണ്ട് ക്രൂശീകരിക്കാൻ വിട്ടുകൊടുത്തെങ്കിലും 3 ദിവസമേ അതിന് കഴിഞ്ഞുള്ളൂ. 3-ാം ദിവസത്തിൽ അവൻ ആ ആലയം പണിയാനിടയായി. Amen, amen. ഒരു ആമേൻ പറയാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? Glory to God. In the resurrection day, how many of you can praise your God for the resurrection of Jesus Christ? എത്ര പേർക്ക് ഈ ഉയർപ്പിന്റെ ദിവസം കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയും? Hallelujah. Hallelujah. The people cannot destroy Jesus and the temple of God and the power of Jesus Christ for a long time. Jesus Christ will arise again. യഹൂദന്മാർക്കും റോമ സാമ്രാജ്യത്തിനും എല്ലാ കാലത്തേക്കും അവൻ യേശുവിനെ തകർത്ത് കളയുവാൻ കഴിഞ്ഞില്ല. കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുവാൻ He rose on the third day and rebuilt the temple of God in him. ആമേൻ. യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ മന്ദിരത്തെ തന്നിൽ പണിയുവാനിടയായി. So we know that death of Jesus Christ lasts only for 3 days. അവൻ യേശു കർത്താവിന്റെ മരണം അവൻ വെറും 3 ദിവസം മാത്രമേ അവൻ നിലനിൽക്കുവാനിടയായുള്ളൂ. Power of the temple of God manifested upon him. ദൈവാലയത്തിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി തന്നിൽ കടന്നു വരുവാനിടയായി. He resurrected from the grave. താൻ 3-ാം ദിവസം മരണത്തിൽ നിന്ന് എഴുന്നേറ്റു. So we know that in this world cannot curtail or subdue the power of the temple of God. അവൻ ദൈവാലയത്തിന്റെ ശക്തിയെ ഈ ലോകത്തിന് എല്ലാ കാലത്തും അമർച്ച ചെയ്യുവാൻ അടക്കി വെക്കുവാൻ കഴിയത്തില്ല. Satan or the power of darkness tried to destroy the temple of God or Jerusalem temple. അവൻ ഇരുട്ടിന്റെ ശക്തികൾ അതിനെ തകർത്ത് കളയുവാൻ ശ്രമിക്കും. The evil spirit and the power of the darkness tried to kill and demolish the temple of God. അവൻ Jesus Christ, temple of God, Jesus Christ. പിശാച് അവൻ യേശു ക്രിസ്തു എന്ന ദേവാലയത്തെ തകർത്ത് കളയുവാൻ ശ്രമിച്ചു. But we know that the power of God is upon his temple. എന്നാൽ ദൈവത്തിന്റെ ശക്തി അവൻ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മന്ദിരത്തിൽ ഉണ്ടായിരുന്നു. So nobody can destroy the temple of God. The thing is that the Jerusalem temple, the presence and the glory of Yahweh is there. അവൻ യെരുശലേം ദേവാലയത്തിൽ അവൻ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. Jesus Christ is the temple of God. So in this world cannot destroy Jesus Christ's power. അവൻ യേശു കർത്താവ് താൻ മന്ദിരമായിരുന്നതുകൊണ്ട് അവൻ ദൈവത്തിന്റെ ശക്തി തന്നിൽ And ഉണ്ടായിരുന്നു. finally we can see the temple of God in us. മൂന്നാമതായി നമ്മിൽ തന്നെ കാണുവാൻ കഴിയും നാം ദൈവത്തിന്റെ ആലയം. 1 Corinthians chapter 3 verse 16 and 17. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കാം. Please read 1 Corinthians chapter 3 verse 16 and 17. സ്തോത്രം. Yes, praise the Lord. Here Apostle Paul says,
do you not know that you are God's temple and that God's Spirit dwells in you? പൗലോസ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? We are the temple of God, not because of any other thing, only because of the God, because God indwelling us, that is the real presence of God, the Holy Spirit. ആമേൻ. ദൈവം നമ്മിൽ വസിക്കുന്നു എന്നതിന്റെ അടയാളം പരിശുദ്ധാത്മാവിനെ നമ്മിൽ നൽകിയിരിക്കുന്നു The എന്നതാണ്. saved person need an assurance in his heart that the Holy Spirit is in me. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ഒരു ഉറപ്പുണ്ട്, പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു എന്ന്. Here Paul says that if anyone destroy God's temples, God will destroy him. ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം The നശിപ്പിക്കും. reason is that for God's temple is holy and you are that temple. അതിന്റെ കാരണം ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്, അതുപോലെ നാമും വിശുദ്ധരായിരിക്കണം. Praise the Lord. When I meditate from this word of God, I want to tell you one truth. ഈ വചനം ധ്യാനിക്കുന്നതിലൂടെ എനിക്കൊരു കാര്യം പറയുവാനുള്ളത്, Dear brothers and sisters, dear church, we are not worthy. We are worthy only because of the indwelling of the Holy Spirit. ദൈവമക്കളെ, നാം ആരും യോഗ്യരല്ലായിരുന്നു, പക്ഷെങ്കിൽ നാം യോഗ്യരായി തീർന്നതിന്റെ കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് How കൊണ്ടാണ്. we are qualified to call us the children of God. ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഒരു യോഗ്യത എന്താണ് നമുക്കുള്ളത്? How we are qualified to call us the temple of God. എന്ത് യോഗ്യതയാണ് നാം ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുവാൻ നമുക്കുള്ളത്? Because of the indwelling of the glory of God, we are known as the temple of God. അതിന്റെ ഒരേ ഒരു കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു Can you എന്നുള്ളത് say an കൊണ്ടാണ്. amen to the Lord? എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ Can you കഴിയും? say an amen to the Lord? എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ കഴിയും? Do you have the assurance that you are the temple of God? ആമേൻ. എത്ര പേർക്ക് ആ ഒരു ഉറപ്പുണ്ട് നാം ദൈവത്തിന്റെ ഉറപ്പുള്ളവർ ഒരു ആമേൻ ഉറക്കെ പറയാൻ എത്ര പേരുണ്ട്? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. Nobody can destroy me. സ്തോത്രം. ഒരു ശക്തിക്കും എന്നെ തകർത്ത് No evil spirit or schemes cannot destroy me. ഒരു അന്ധകാരത്തിന്റെ ശക്തിക്കും എന്നെ നിങ്ങളെ തകർത്ത് കളയുവാൻ The reason കഴിയില്ല. is that I am the child of God. അതിന്റെ കാരണം നാം ദൈവത്തിന്റെ The മക്കളാണ്. power of God is within me. അതിന്റെ കാരണം ദൈവത്തിന്റെ ശക്തി നമ്മളിലുണ്ട്. If you have such an assurance in your life, today you claim that any sickness cannot subdue me. അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ നാം പറയണം, ഒരു ശക്തിക്കും ഒരു രോഗത്തിനും നമ്മളെ തകർത്ത് കളയാൻ No കഴിയില്ല. mental depression cannot destroy me. ഒരു മാനസിക പിരിമുറുക്കങ്ങൾക്ക് നമ്മളെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. No family crisis cannot destroy my ഒരു family. കുടുംബ പ്രശ്നങ്ങൾക്ക് നമ്മളെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. No evil plan cannot destroy me. ഒരു അന്ധകാരത്തിന്റെ ശക്തിക്ക് നമ്മളെ തകർത്ത് കളയുവാൻ Those who കഴിയത്തില്ല. are listening me, I want to exhort you is that I am the temple of God. എന്നെ ശ്രദ്ധിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, നാം ദൈവത്തിന്റെ മന്ദിരമാണ്. You may face different kinds of oppositions in your life. നാം ജീവിതത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രതിസന്ധികൾ Satan അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കാം. is always trying to destroy you. ശത്രു ഓരോ കാലഘട്ടത്തിലും നമ്മളെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്നുണ്ട്. Through his strategies, Satan may attack your health. അവന്റെ തന്ത്രങ്ങളിലൂടെ നമ്മുടെ ആരോഗ്യത്തെ അവൻ തകർക്കുവാൻ But ശ്രമിക്കും. one thing is sure, our God is the greater God. He is the temple of God. ആമേൻ. നമ്മുടെ ദൈവം എല്ലാത്തിനേക്കാളും മഹാനായ ദൈവമാണ്. ആമേൻ, സ്തോത്രം. ആ ദൈവത്തിന്റെ മന്ദിരമാണ് നാം We ഓരോരുത്തരും. are the temple of God, within us the Holy Spirit. ആമേൻ. ദൈവത്തിന്റെ മന്ദിരം നാം ആയി തീർന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നതിനാലാണ്. We have the law and covenant in our heart. അവൻ നമ്മുടെ ഉള്ളിൽ ഒരു ഉടമ്പടിയും ദൈവത്തിന്റെ കൽപ്പനയും അടങ്ങിയിട്ടുണ്ട്. We are the temple of God. അവൻ ദൈവത്തിന്റെ മന്ദിരമാണ്. So we have the authority and miracles in our life. അതുകൊണ്ട് നമുക്ക് അധികാരവും അവൻ ദൈവിക വിടുതലുകളും നമ്മുടെ Do ജീവിതത്തിലുണ്ട്. you have the second thing in your life? അവൻ ഈ രണ്ടാമത്തെ വിഷയം നമ്മുടെ In the ജീവിതത്തിലുണ്ട്. Jerusalem temple, in the ark of God, they kept the rod, Aaron's rod that budded. അവൻ ആ യെരൂശലേം ദേവാലയത്തിൽ അവൻ സ്തോത്രം ആ ഒരു പെട്ടകത്തിനകത്ത് അഹരോന്റെ ഒരു തളിർത്ത വടി നമുക്ക് ഇവിടെ കാണാം. It shows that I am the Lord. If you have this rod in your heart, one thing is sure,
the miracles will follow you. ഈ അഹരോന്റെ തളിർത്ത വടി കാണിക്കുന്നത് ഈ ഒരു തളിർത്ത വടി എന്റെ നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ അവൻ ഇന്നും അത്ഭുതങ്ങൾ നമ്മെ പിന്തുടരും. We are the chosen one of God and the royal priesthood of God. അവൻ ദൈവത്തിന്റെ അവൻ പുരോഹിതന്മാരാണ്. In our heart, the holy place, the most holy place is our heart. അവൻ ഏറ്റവും അതിവിശുദ്ധ സ്ഥലമെന്ന് അവൻ ഇന്ന് നമ്മുടെ ഹൃദയമാണ്. In our heart, we need the law of God. അവൻ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവിക ഉടമ്പടി We ആവശ്യമാണ്. need in our heart one assurance that is, I am the child of God and the law of God is with me. അവൻ ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിനകത്ത് If I ആവശ്യമാണ്. obey the commandment of the Lord and the law of the Lord, I know one thing, the covenant is with me. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാൻ കഴിയും എനിക്ക് ദൈവവുമായിട്ടൊരു ഉടമ്പടി Whenever ഉണ്ട്. you and me obey the covenant of or the law of the Lord, then God will come with a covenant to us. ഞാനും നിങ്ങളും ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുമ്പോൾ ദൈവം നമ്മിലേക്ക് ഒരു ഉടമ്പടിയുമായി കടന്നു വരും. You know the word of God is the greatest command of God. അവൻ ദൈവത്തിന്റെ വചനമാണ് ഏറ്റവും വലിയ കൽപ്പന. This is the greatest covenant of our Almighty God. ഇതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ കൽപ്പന. If you obey the Lord, ഈ കൽപ്പന നാം അനുസരിക്കുമ്പോൾ then God will promise a covenant with you. അവൻ ഇത് നാം അനുസരിക്കുമ്പോൾ ദൈവം നാമുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യും. Do you have a covenant with your God? അവൻ നമുക്ക് ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടോ? Do you have the law of God with you? അവൻ ആ ഒരു അവൻ തളിർത്ത വടി നമ്മുടെ ഹൃദയത്തിലുണ്ടോ? If you have the Aaron's budded rod in your heart, അഹരോന്റെ തളിർത്ത വടി നമ്മുടെ ഹൃദയത്തിലുണ്ടോ? do you have a golden pot of manna in your life? അവൻ ആ ഒരു മന്ന നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടോ? Do you have the commandments, the 10 tablets in your life? ആ കൽപ്പനകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടോ? Today we are the temple of God. ഇന്ന് നാം ദൈവത്തിന്റെ മന്ദിരമാണ്. Today we are the temple of God. ഇന്ന് നാമാണ് ദൈവത്തിന്റെ മന്ദിരം. So what is Satan's tactics to us? അപ്പോൾ എന്താണ് പിശാചിന്റെ തന്ത്രങ്ങൾ എന്താണ്? He want to destroy us like the Jerusalem temple. നാം ദൈവത്തിന്റെ മന്ദിരമായിരിക്കുമ്പോൾ യെരൂശലേം ദേവാലയം തകർത്ത് കളഞ്ഞതുപോലെ നമ്മയും തകർത്ത് കളയുവാൻ പിശാച് The ശ്രമിക്കുന്നു. power of darkness tried to destroy us like Jesus Christ. ആമേൻ. അന്ധകാരത്തിന്റെ ശക്തി ഈ ക്രിസ്തുവിനെ തകർത്തതുപോലെ നമ്മയും തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Like Jesus Christ, the evil spirit tried to destruct us. ആമേൻ. അന്ധകാരത്തിന്റെ ശക്തി നമ്മയും അതുപോലെ തകർക്കുവാൻ Like ശ്രമിക്കുകയാണ്. Jesus Christ, the power of evil tried to destroy us. യേശു ക്രിസ്തുവിനെ തകർക്കുവാൻ ശ്രമിച്ചതുപോലെ നമ്മയും തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. But if the Holy Spirit is within us, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, if we are filled with the Holy Spirit, നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട if വ്യക്തിയാണെങ്കിൽ, you have the infilling or in the indwelling of the glory of God in your heart, പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, you can say that no evil schemes or the power cannot overcome me. നമുക്ക് പറയാൻ കഴിയും ഒരു അന്ധകാരത്തിന്റെ ശക്തിക്കും നമ്മളെ തകർത്ത് കളയാൻ Can you കഴിയത്തില്ല. say through your mouth? നമ്മുടെ അധരങ്ങളിൽ നിന്ന് അത് തുറന്നു നിങ്ങളുടെ പറയാം. നാവിലൂടെ തുറന്നത് പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? സ്തോത്രം, സ്തോത്രം. You may have some kinds of sickness in your life. വ്യത്യസ്തമായ രോഗങ്ങളിലൂടെ നാം കടന്നു Today പോകുന്നവരായിരിക്കാം. God is going to touch you and heal you. സ്തോത്രം. ദൈവം ഇന്ന് നിങ്ങളെ തൊടുവാൻ പോകുകയാണ്. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Today God is going to touch you. ദൈവം നമ്മളെ സ്പർശിക്കുവാൻ God is പോകുകയാണ്. going to heal you. കർത്താവ് നമ്മളെ സൗഖ്യമാക്കാൻ We are the പോകുകയാണ്. temple of God. നാം ദൈവത്തിന്റെ മന്ദിരമാണ്. So we had provisions of God in our life journey. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിന്റെ കരുതലുകളുണ്ട്. Today you may have some debt in your life. ആമേൻ. ഇന്ന് ജീവിതത്തിൽ ഒരുപാട് കടഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കും. You may have some mental agony in your life. മാനസികമായി അനേക വ്യതകൾ അനുഭവിക്കുന്നവരുണ്ടായിരിക്കും. You may have some mental depression in your life. പലവിധമാകുന്ന മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു But പോകുന്നവരുണ്ടായിരിക്കാം. believe the temple of God is within you. എന്നാൽ നാം വിശ്വസിക്കണം, നാം ദൈവത്തിന്റെ മന്ദിരമാണ്. If you believe, you say, open your mouth and say one word, that I am the temple of God. നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ അധരങ്ങളെ തുറന്ന്
I am the temple of God. ഞാൻ ദൈവത്തിന്റെ I മന്ദിരമാണ്. am the temple of God. ഞാൻ ദൈവത്തിന്റെ Can ആലയമാണ്. you utter this word loudly? ആമേൻ. എത്ര പേർക്ക് വായുകളെ I am തുറന്ന് the പറയാൻ temple of കഴിയും? God. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. If possible, loudly say these words. ആമേൻ. നമ്മുടെ അതരങ്ങളെ തുറന്ന് ശക്തിയോടെ Then പറയാം. Satan will run away from you. ആമേൻ. അത് കേൾക്കുമ്പോൾ ശത്രു ഓടിപ്പോകും. The sickness may run away from ആമേൻ. you. നമ്മുടെ രോഗങ്ങൾ വിട്ടുമാറും. No terminally ill cannot touch you. ആമേൻ. ഒരു രോഗത്തിന് നമ്മളെ തൊടുവാൻ No കഴിയത്തില്ല. terminal ill cannot touch you. ഒരു രോഗത്തിന് നമ്മളെ തൊടുവാൻ കഴിയത്തില്ല. No sickness cannot touch your family. ആമേൻ. ഒരു രോഗത്തിന് നമ്മുടെ കുടുംബത്തെ തൊടുവാൻ കഴിയത്തില്ല. The reason is that I am the glory of God. കാരണം ഞാൻ ദൈവത്തിന്റെ I മഹത്വം am the ഇറങ്ങുന്ന Spirit of God. ആമേൻ. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്ന This is മന്ദിരമാണ്. the real Easter we want to show before the Lord. ആമേൻ. ഇതാണ് യഥാർത്ഥ ഉയർപ്പിന്റെ ദിവസം. If you are the children of God, you need to proclaim the real praises of God and the risen Christ to your life. നാം ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ ആമേൻ ദൈവത്തിന്റെ ആമേൻ വിടുതലുകളെ നമ്മുടെ അതരങ്ങളിലൂടെ നാം In പറയണം. the Old Testament, we notice that there is the Jerusalem temple. പഴയ നിയമത്തിൽ ഒരു യെരുശലേം ദേവാലയം നമുക്ക് That is കാണാം. the temple of God. ആമേൻ. അത് ദൈവത്തിന്റെ മന്ദിരമായിരുന്നു. During the time of Jesus, Jesus was the temple of God. യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ യേശു കർത്താവ് തന്നെ ദൈവത്തിന്റെ മന്ദിരമായി വെളിപ്പെട്ടു. Today, we are the temple of ആമേൻ. God. എന്നാൽ ഇന്ന് നാം ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരം. വിശ്വാസമുള്ള എത്ര ദൈവങ്ങളുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നു? ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? Hallelujah. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? Glory to God. എത്ര പേര് ഇന്ന് പകൽക്കാലമുണ്ട്? Amen. God is going to touch you. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങൾ ശക്തിയുണ്ട്. The Holy Spirit is within you. Glory. The Holy Spirit is within you. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് നമ്മിലുണ്ട്. The power of God is within you. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് നമ്മിലുണ്ട്. Power of God is within you. ആമേൻ. ദൈവത്തിന്റെ ശക്തി നമ്മിലുണ്ട്. Holy Spirit is within you. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് നമ്മിലുണ്ട്. You may have certain kinds of problem in your life. വ്യത്യസ്തമായ പ്രതിസന്ധികളിലൂടെ കടന്നു You may പോകുന്നവരായിരിക്കാം. have some mental agony in your life. മാനസികമായ വേദനകൾ If അനുഭവിക്കുന്നവരായിരിക്കാം. you have this confidence in your heart, ഈ ഒരു ഉറപ്പ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, if you have this confidence in your heart, ഈ ഒരു ഉറപ്പ് നിങ്ങളുടെ I am ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, the temple of God. ആമേൻ. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണെന്നുള്ള Something is ഉറപ്പ്. going to happen in your life. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ Something is നടക്കുവാൻ going to പോകുകയാണ്. happen in your life. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ദൈവം ചെയ്യാൻ പോകുകയാണ്. Certain things God is going to do in your life. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. If you are praying to the Lord, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, if you open your mouth, നിങ്ങൾ അതരങ്ങളെ തുറന്ന് if ദൈവത്തിന് you മഹത്വം cry to the കരയറ്റുമ്പോൾ, Lord, നിങ്ങൾ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുമ്പോൾ, if you are a person filled with the Holy Spirit, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട നിങ്ങൾ exercise the power of Holy Spirit in you. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ Exercise the നമ്മുടെ power of Holy Spirit ശരീരങ്ങളിൽ in you. അനുഭവിക്കുക. Exercise the power of Holy Spirit in you. ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാം. No evil spirit cannot destroy you. അവൻ ഒരു അന്ധകാരത്തിന്റെ ശക്തിക്ക് നിങ്ങളെ തകർക്കുവാൻ This is the time കഴിയത്തില്ല. for your deliverance. ഇത് നിങ്ങളുടെ വിടുതലിന്റെ ദിവസമാണ്. Do you want this deliverance in your life? ഈ വിടുതൽ എത്ര പേർ ആഗ്രഹിക്കുന്നു? Do you want the freedom in your heart? അവൻ ഈ ഒരു സ്വാതന്ത്ര്യം എത്ര പേർ Do ആഗ്രഹിക്കുന്നു? you want the healing in your heart? ഈ ഒരു സൗഖ്യം എത്ര പേർ This ആഗ്രഹിക്കുന്നു? is the time for you, brother and sister. അവൻ സഹോദരി സഹോദരന്മാരെ, ഇത് നിങ്ങളുടെ നിമിഷങ്ങളാണ്. After a long time, അനേക നാളുകൾക്ക് ശേഷം, after a long time, അനേക നാളുകൾക്ക് you ശേഷം are here to worship the Lord. ഇവിടെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ കടന്നു But one thing വന്നിരിക്കുന്നത്. God reminded you, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഒരു one കാര്യം thing God ഓർപ്പിക്കുകയാണ്. reminded you is ഒരു that കാര്യം നിങ്ങളെ ഓർപ്പിക്കുന്നത്, you are the temple of God. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. If anything destroy you, ആമേൻ. എന്തെങ്കിലും നിങ്ങളെ നശിപ്പിക്കുവാൻ if കടന്നു വരുമ്പോൾ, some mental agonies destroy you, ആമേൻ, മാനസികമായ പ്രതിസന്ധികൾ നിങ്ങളെ തകർക്കുവാൻ if you ശ്രമിക്കുമ്പോൾ, have some confusion about your tomorrow, ആമേൻ, ചില സംശയങ്ങൾ നാളെയെ കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, one thing is sure, ഒരു കാര്യം ഉറപ്പാണ്. the Holy Spirit is within you. ആ ദൈവത്തിന്റെ ആത്മാവ് The നമ്മിലുണ്ട്. Holy Spirit is in you. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് So നമ്മിലുണ്ട്. you are the temple of God. നാം ദൈവത്തിന്റെ മന്ദിരമാണ്. Nobody can touch you. ആർക്ക് നിങ്ങളെ തൊടുവാൻ Nobody കഴിയത്തില്ല. can harm against you. ആർക്ക് നിങ്ങൾക്കെതിരെ യാതൊരു അപകടങ്ങളും സൃഷ്ടിക്കുവാൻ This കഴിയത്തില്ല. is the real joy of this Easter. ആമേൻ. ഇതാണ് യഥാർത്ഥ ഉയർപ്പിന്റെ How സന്തോഷം. many of you are happy to worship your Lord? എത്ര പേർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ Would you please stand in സന്തോഷമുണ്ട്? your places? എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ Would you എഴുന്നേറ്റ് please നിൽക്കാം. stand in your places? എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Glory to the Lord. Glory, glory. Glory to the Lord. Glory to the Lord. Dear brothers and sisters, സഹോദരി സഹോദരന്മാരെ, I want to admonish you. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. I want to exhort you one thing. ഒരു കാര്യം ഞാൻ പറയാം. If you are the temple of God,
നാം ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ and filled with the Holy Spirit, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരാണെങ്കിൽ you may have different kinds of challenges in your life, വ്യത്യസ്ത തരത്തിലുള്ള വെല്ലുവിളികൾ ജീവിതത്തിൽ കടന്നു വരാം. but it will not last for a long time. എന്നാൽ അത് How എന്നേക്കുമായിട്ടുള്ളതല്ല. many of you believe that? ആമേൻ. എത്ര പേർ അത് How many of വിശ്വസിക്കുന്നു? you believe that? എത്ര പേർ അത് My വിശ്വസിക്കുന്നു? sickness will not last for a long time. How many of you believe ആമേൻ. that? എന്നിലുള്ള ഈ രോഗം എല്ലാ കാലത്തും This നിലനിൽക്കുന്നില്ല. agony will not stand for a long time. ആമേൻ. ഈ ഒരു കഷ്ടത എല്ലാ കാലത്തേക്കും How many ഉള്ളതല്ല. of you believe that? എത്ര പേർ അത് വിശ്വസിക്കുന്നു? Are you filled with the Holy Spirit? ആമേൻ. നിങ്ങൾ ദൈവാത്മാവിനാൽ Open നിറയപ്പെട്ടവരാണ്. your mouth ആമേൻ. നിങ്ങൾ അതരങ്ങളെ Open your mouth. അതരങ്ങളെ തുറക്കാം. and confirm the greatness of God in your life. ആമേൻ. ദൈവം ചെയ്ത പ്രവർത്തികളെ നമ്മൾ അതരങ്ങളിൽ This is the resurrection day of God. ഇത് ഉയർപ്പിന്റെ ദിവസമാണ്. This is the power of the temple of God. ആമേൻ. ഇത് ദൈവ ആലയത്തിന്റെ ശക്തിയുടെ ദിവസമാണ്. Now we are going to sing a song here. ഇന്ന് നാം ഒരു ഗാനം ഇവിടെ ആലപിക്കാൻ പോകുകയാണ്. During that time, you all clap your hands ആ നിമിഷം നാം എല്ലാവരും കരങ്ങളെ തട്ടി and ദൈവത്തെ claim the ആരാധിക്കും. victory in the name of Jesus. ആമേൻ. നാം ദൈവത്തിന്റെ ഉയർപ്പിന്റെ ശക്തിയെ ആഘോഷിക്കാൻ If പോകുകയാണ്. you have this confirmation in your heart, ആമേൻ. ഈ ഒരു ഉറപ്പ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. if you have the confirmation in your heart, ഈ ഒരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ now God is going to remove ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ certain blockades in your ആമേൻ, life, പ്രതിസന്ധികളെ മാറ്റുവാൻ certain പോകുകയാണ്. blocks in your life. ആമേൻ. ചില തടസ്സങ്ങളെ He നീക്കുവാൻ can touch പോകുകയാണ്. your body. അവർ നിങ്ങളുടെ ജീവിതത്തെ He തൊടുവാൻ കഴിയും. can touch your job place. ആമേൻ. നിങ്ങളുടെ ജോലി മേഖലകളെ He സ്പർശിക്കുവാൻ can touch കഴിയും. your family. നിങ്ങളുടെ കുടുംബങ്ങളെ സ്പർശിക്കുവാൻ This is the കഴിയും. day of miracle. ഇത് വിടുതലിന്റെ ദിവസമാണ്. Clap your hands and praise your God. കരങ്ങളെ തട്ടി ദൈവത്തിന് This is മഹത്വം the കരയറ്റാം. day of your deliverance. ആമേൻ. ഇത് ദൈവ വിടുതലിന്റെ ദിവസമാണ്. If you are the temple of God, നാം ദൈവത്തിന്റെ open മന്ദിരമാണ്. your mouth and praise to the Lord. നമ്മുടെ ആദരങ്ങളെ തുറന്ന് ദൈവത്തിന് Give നന്ദി thanks to the കരയറ്റാം. Lord. ദൈവത്തിന് നന്ദി God is കരയറ്റാം. going to touch you. ദൈവം നമ്മളെ Would തൊടുവാൻ you please പോകുകയാണ്. clap your hands? ആമേൻ. നമ്മുടെ കരങ്ങളെ തട്ടി Open ദൈവത്തിന് your മഹത്വം mouth. കരയറ്റാം. ആദരങ്ങളെ This is തുറന്ന് the day of the resurrection. ആമേൻ. ഇത് ഉയർപ്പിന്റെ This is ദിവസമാണ്. the day of the resurrection. ആമേൻ. ഇത് ഉയർപ്പിന്റെ ദിവസമാണ്. If you want to enjoy in the presence of ആമേൻ. God, ഈ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം you are not the destroyed temple. ആമേൻ. നമ്മുടെ ആലയത്തെ നാം തകർക്കുവാൻ You അനുവദിക്കരുത്. don't destroy your temple. ഈ ആലയത്തെ തകർക്കുവാൻ വിട്ടുകൊടുക്കരുത്. Only because of the Holy Spirit, this body is valuable. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമ്മുടെ ഈ Only- ശരീരങ്ങൾ അമൂല്യമാണ്. So God is going to touch you. ദൈവം നമ്മളെ സ്പർശിക്കാൻ No sickness cannot destroy your ഒരു body. രോഗത്തിനും നിങ്ങളെ തൊടുവാൻ കഴിയുന്നില്ല. No mental problems cannot touch you. ഒരു മാനസിക പ്രതിസന്ധികൾക്കും നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയത്തില്ല. Earlier you experienced, ആമേൻ. today, the word of God or the prophetical word I want to share you is that somebody is standing here. Earlier, you had certain kinds of mental crisis and mental agonies in your life. പ്രവചനാത്മാവിൽ ഞാൻ ഒരു കാര്യം ബാ, പറയാം. ബാ, ബാ. മാനസികമായി പലവിധമാകുന്ന വേദനകൾ അനുഭവിക്കുന്ന ചിലരുടെ മുമ്പിൽ Earlier, you experienced certain kinds of destruction and disasters in your life. കാലങ്ങളിൽ പലവിധമാകുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളിലും കൂടെ കടന്നുപോയ പലരുമുണ്ട്. But today is the day of the power of the temple of God. എന്നാൽ ഇന്നത്തെ ദിവസം ദൈവ ആലയത്തിന്റെ ശക്തിയുടെ ദിവസമാണ്. God is going to release you. ആമേൻ. ദൈവം നിങ്ങളെ വിടുവിക്കാൻ God is പോകുകയാണ്. going to release you. ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ Would you പോകുകയാണ്. open your mouth? നിങ്ങളുടെ ആദരങ്ങളെ തുറക്കുവാൻ Would you open your mouth? നിങ്ങളുടെ ആദരങ്ങളെ തുറക്കുവാൻ കഴിയും. Hallelujah. Glory to Give God. honor to our Lord. Hallelujah. Open your mouth. Glory to Sing God. together. Amen. Praise and worship our Yes, God. hallelujah. Shabba-ba-ba-ba-ba. Glory to God. The power of Holy Spirit is here. Hallelujah, Hosanna. Hallelujah, Hosanna. Jesus. Hallelujah, Hosanna. Oh, hallelujah.
ഉയർത്തെഴുന്നേറ്റവനേ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ജീവനിൻ അധിപതിയേ From your bottom of your heart, ആരാധിക്കുന്നു ഞങ്ങൾ can you worship your Lord from the bottom of your heart? ഉയർത്തെഴുന്നേറ്റവനേ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ജീവനിൻ അധിപതിയേ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ ഹോശന്ന ഹല്ലേലൂയ ഹോശന്ന ഓ ഹല്ലേലൂയ ഹോശന്ന ഹല്ലേലൂയ ഹോശന്ന ഹല്ലേലൂയ ഹോശന്ന ഹല്ലേലൂയ ഹോശന്ന ഓ ഹല്ലേലൂയ ഹോശന്ന 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 ഓ ഹല്ലേലൂയ ഹോശന്ന ഹല്ലേലൂയ ഹോശന്ന Dear children of God, no evil schemes cannot subdue you. The power of the darkness cannot destroy you. ഇരുട്ടിന്റെ ഒരു ശക്തിക്ക് നിങ്ങളെ തകർത്ത് കളയുവാൻ How many കഴിയില്ല. of you believe that? എത്ര പേരത് വിശ്വസിക്കുന്നു? The power of darkness cannot subdue you. ഒരു അന്ധകാരത്തിന്റെ ശക്തികൾക്കും നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ It കഴിയത്തില്ല. cannot destruct you. അത് നിങ്ങളെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. The temple of God is a powerful temple of God. അവൻ ദൈവത്തിന്റെ ആലയം, ശക്തിയുള്ള ആലയമാണ്. The temple of God is a powerful one. ദൈവത്തിന്റെ ആലയം ശക്തിയേറിയതാണ്. We are the temple of God. നാം ദൈവത്തിന്റെ മന്ദിരമാണ്. Jesus Christ is the temple of God. യേശു കർത്താവ് ദൈവത്തിന്റെ മന്ദിരമാണ്. Jerusalem temple was the temple of God. അവൻ യെരൂശലേം ദേവാലയം ദൈവത്തിന്റെ മന്ദിരമായിരുന്നു. Please be seated in your place.